സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 29. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം രാജാക്കന്മാർ 2-ാം പുസ്തകം 3-ാം അധ്യായം. രാജാക്കന്മാർ 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 18-ാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ശമരിയയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തന്റെ അപ്പനെയും അമ്മയും പോലെ അല്ലതാനും. തന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാൽ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നേബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. മോവാബ് രാജാവായ മേശായിക്ക് അനവധി ആടുകൾ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 1,00,000 കുഞ്ഞാടുകളുടെയും 1,00,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തു വന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യഹോരാം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെ ഒക്കെയും എണ്ണി നോക്കി. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു. മോവാബിനോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട് ആളയച്ച് ചോദിപ്പിച്ചു. അതിനവൻ, ഞാൻ പോരാം. നീയും ഞാനും എന്റെ ജനവും നിന്റെ ജനവും എന്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏത് വഴിക്ക് പോകണം എന്ന് അവൻ ചോദിച്ചതിന്, ഏതോം മരുഭൂമി വഴിയായി തന്നെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവൻ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന്, ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫാത്തും ഏദോം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് മോവാബിയരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിക്കാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്ന് നിന്നു. രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബിയർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബിനെ കൊള്ളയ്ക്ക് വരുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ ഇസ്രായേൽ പാളത്തേങ്കിൽ എത്തിയപ്പോൾ ഇസ്രായേലർ എഴുന്നേറ്റ് മോവാബിനെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബിനെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പട്ടണങ്ങളെ അവർ ഇടിച്ചു. നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി. നീരുറവകളെല്ലാം അടച്ചു. നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കീർഹാരേസ്യത്തിൽ മാത്രം അവർ അതിന്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടേച്ചു. എന്നാൽ കവണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ
ഏദോം രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കേണ്ടതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദിജാതനെ പിടിച്ച് അതിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രായേലിന്റെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ബാബേലിന്റെ നേരെയും എന്റെ എതിരാളികളുടെ ഹൃദയത്തിന്റെ നേരെയും സംഹാരകന്റെ മനസ്സ് ഉണർത്തും. പാറ്റുന്നവരെ ഞാൻ ബാബേലിലേക്ക് അയക്കും. അവർ അതിനെ പാറ്റി ദേശത്തെ ശൂന്യമാക്കും. അനർത്ഥ ദിവസത്തിൽ അവർ അതിനെ 4 പുറവും വളയും. വില്ലാളി വില്ല് കുലയ്ക്കാതിരിക്കട്ടെ, അവൻ കവചം ധരിച്ച് നിവർന്നു നിൽക്കാതിരിക്കട്ടെ. അതിലെ യൗവനക്കാരെ ആദരിക്കാതെ സർവ്വസൈന്യത്തെയും നിർമൂലമാക്കി കളവിൻ. അങ്ങനെ കൽദേരുടെ ദേശത്ത് നിഹതന്മാരും അതിന്റെ വീഥികളിൽ കുത്തി തുളയ്ക്കപ്പെട്ടവരും വീഴും. ഇസ്രായേലിന്റെയും യഹൂദായുടെയും ദേശങ്ങൾ ഇസ്രായേലിന്റെ പരിശുദ്ധനോടുള്ള അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല. ബാബേലിന്റെ തടവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാര കാലമല്ലോ. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രം ആയിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. പെട്ടെന്ന് ബാബേൽ വീണ് തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവിൻ. അതിന്റെ വേദനയ്ക്ക് തൈലം കൊണ്ടുവരുവിൻ. ഒരുപക്ഷെ അതിന് സൗഖ്യം വരും. ഞങ്ങൾ ബാബേലിന് ചികിത്സ ചെയ്തുവെങ്കിലും സൗഖ്യം വന്നില്ല. അതിനെ ഉപേക്ഷിച്ചു കളവിൻ. നാം ഓരോരുത്തരും നമ്മുടെ സ്വദേശത്തേക്ക് പോകാം. അതിന്റെ ശിക്ഷാവിധി സ്വർഗത്തോളം എത്തി ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നു. യഹോവ നമ്മുടെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ യഹോവയുടെ പ്രവൃത്തിയെ സിയോനിൽ പ്രസ്താവിക്കുക. അമ്പ് പിരിക്കുവിൻ, പരിച ധരിപ്പിൻ. യഹോവ മേദി രാജാക്കന്മാരുടെ മനസ്സ് ഉണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിക്കാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടിയുയർത്തുവിൻ. കാവൽ ഉറപ്പിപ്പിൻ. കാവൽക്കാരെ നിർത്തുവിൻ. പതിയിരിപ്പുകാരെ ഒരുക്കുവിൻ. യഹോവ ബാബേൽ നിവാസികളെ കുറിച്ച് അരുളി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചുമിരിക്കുന്നു. വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളവാനുള്ള അവധി വന്നിരിക്കുന്നു. ഞാൻ നിശ്ചയമായിട്ട് വിട്ടിരുകളെ കൊണ്ടെന്ന പോലെ മനുഷ്യരെ കൊണ്ട് നിന്നെ നിറയ്ക്കും. അവർ നിന്റെ നേരെ ആർപ്പെടുമെന്ന് സൈന്യങ്ങളുടെ യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കം ഉണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനും ആകുന്നു. തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ ബിംബം വ്യാജമത്രേ. അവയിൽ ശ്വാസവുമില്ല. അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും തന്നെ. സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെ പോലെ അല്ല. അവൻ സർവത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. നീ എന്റെ വെൺമഴവും യുദ്ധത്തിനുള്ള ആയുധങ്ങളും ആകുന്നു. ഞാൻ നിന്നെ കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെ കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. നിന്നെ കൊണ്ട് ഞാൻ കുതിരയെയും അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നവനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ രഥത്തെയും അതിൽ ഇരിക്കുന്നവനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ പുരുഷനെയും സ്ത്രീയെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ വൃദ്ധനെയും ബാലനെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ യുവാവിനെയും യുവതിയെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ ഇടയനെയും ആട്ടിൻ കൂട്ടത്തെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ കൃഷിക്കാരനെയും അവന്റെ ഏർക്കാളയെയും തകർക്കും. നിന്നെ കൊണ്ട് ഞാൻ ദേശാധിപതികളെയും സ്ഥാനാപതികളെയും തകർക്കും. നിങ്ങൾ കാണുകെ ഞാൻ ബാബേലിലും സകല കൽദേ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ മേൽ കൈനീട്ടി നിന്നെ പാറകളിൽ നിന്ന് ഉരുട്ടി ദഹന പർവ്വതമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്.
നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാന കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാത്തവണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദേശത്ത് ഒരു കൊടി ഉയർത്തുവിൻ, ജാതികളുടെ ഇടയിൽ കാഹളം ഊതുവിൻ, ജാതികളെ അതിന്റെ നേരെ സംസ്കരിപ്പിൻ. അരാരത്ത്, മിന്നി, അസ്കേനാസ് എന്നീ രാജ്യങ്ങളെ അതിന് വിരോധമായി വിളിച്ചുകൂട്ടുവിൻ. അതിനെതിരെ ഒരു സേനാപതിയെ നിയമിപ്പിൻ. പരിപരുത്ത വിട്ടിലുകളെ പോലെ കുതിരകളെ പുറപ്പെടുമാറാക്കുവിൻ. മേദ്യരുടെ രാജാക്കന്മാരും ദേശാധിപതിമാരും സകല സ്ഥാനാപതിമാരും അവന്റെ ആധിപത്യത്തിൽ ഉൾപ്പെട്ട സകല ദേശക്കാരുമായ ജാതികളെ അതിന് വിരോധമായി സംസ്കരിപ്പിൻ. ബാബേൽ ദേശത്തെ നിവാസികളില്ലാതെ ശൂന്യമാക്കേണ്ടതിന് ബാബേലിനെ കുറിച്ചുള്ള യഹോവയുടെ നിരൂപണങ്ങൾ നിവൃത്തിയായി വരുന്നത് കൊണ്ട് ദേശം നടുങ്ങി സങ്കടപ്പെടുന്നു. ബാബേലിലെ വീരന്മാർ യുദ്ധം മതിയാക്കി കോട്ടകളിൽ ഇരിക്കുന്നു. അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അവർ സ്ത്രീകളെപ്പോലെ ആയിരിക്കുന്നു. അതിലെ വീടുകൾക്ക് തീ വെച്ച് കളഞ്ഞു. അതിലെ ഓടാമ്പലുകൾ തകർന്നിരിക്കുന്നു. പട്ടണം നാല് പുറവും പിടിക്കപ്പെട്ടുപോയി. കടവുകൾ ശത്രുവശമായി. കളങ്ങൾ തീ പിടിച്ച് ദഹിച്ചിരിക്കുന്നു. യോദ്ധാക്കൾ ഭയപരവശരായിരിക്കുന്നു എന്നിങ്ങനെ ബാബേൽ രാജാവിനോട് അറിയിക്കേണ്ടതിന് ഓട്ടാളൻ ഓട്ടാളനും ദൂതൻ ദൂതനുമെതിരെ ഓടുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേൽ പുത്രി മെതികാലത്തെ മെതിക്കളം പോലെ ഇരിക്കുന്നു. ഇനി കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് അതിന്റെ കൊയ്ത്തുകാലം വരും. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്നെ തിന്ന് മുടിച്ചു കളഞ്ഞു. അവൻ എന്നെ വെറും പാത്രമാക്കി. മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു. എന്റെ സ്വാദഭോജ്യങ്ങളെ കൊണ്ട് വയറു നിറച്ചു എന്നെ തള്ളിക്കളഞ്ഞു. ഞാൻ സഹിച്ച സാഹസവും ദേഹപീഡയും ബാബേലിന്മേൽ വരട്ടെ എന്ന് സിയോൻ നിവാസിനി പറയും. എന്റെ രക്തം കൽദേ നിവാസികളുടെ മേൽ വരട്ടെ എന്ന് യെരൂശലേം പറയും. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ നിന്റെ വ്യവഹാരം നടത്തും, നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അതിന്റെ കടൽ ഞാൻ ഉണക്കി അതിന്റെ ഉറവുകൾ വറ്റിച്ചു കളയും. ബാബേൽ നിവാസികളില്ലാതെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും വിസ്മയത്തിനും ചൂള കുത്തുന്നതിനും വിഷയവുമായി തീരും. അവരൊക്കെയും ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും. അവർ സിംഹികളുടെ കുട്ടികളെ പോലെ മുരളും. അവർ ജയമത്തരായിരിക്കുമ്പോൾ ഉല്ലസിച്ച് ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളേണ്ടതിന് ഞാൻ അവർക്ക് ഒരു പാനീയമൊരുക്കി അവരെ ലഹരി പിടിപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ കുഞ്ഞാടുകളെ പോലെയും മുട്ടാടുകളോടുകൂടി ആട്ടുകൊറ്റന്മാരെ പോലെയും കൊലനിലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. മേശക്ക് പിടിപ്പെട്ടു പോയതെങ്ങനെ? സർവഭൂമിയുടെയും പ്രശംസയായിരുന്നത് ശത്രുവശമായി പോയതെങ്ങനെ? ജാതികളുടെ ഇടയിൽ ബാബേൽ ഒരു സ്തംഭന വിഷയമായി തീർന്നതെങ്ങനെ? ബാബേലിന്മേൽ കടൽ കവിഞ്ഞു വന്നിരിക്കുന്നു. അതിന്റെ തിരകളുടെ പെരുപ്പം കൊണ്ട് അത് മൂടിയിരിക്കുന്നു. അതിന്റെ പട്ടണങ്ങൾ ശൂന്യവും വരണ്ട നിലവും മരുഭൂമിയും ആരും പാർക്കാത്തതും വഴി നടക്കാത്തതുമായ ദേശവുമായി തീർന്നിരിക്കുന്നു. ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും. ജാതികൾ ഇനി അവന്റെ അടുക്കൽ ഓടിച്ചെല്ലുകയില്ല. ബാബേലിന്റെ മതിൽ വീണുപോകും. എന്റെ ജനമേ, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിൻ. യഹോവയുടെ ഉഗ്രകോപത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരു ആണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസ കൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. നിങ്ങൾ ഭയപ്പെടുകയും അരുത്. അതുകൊണ്ട് ഞാൻ ബാബേലിന്റെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരും. അന്ന് ദേശമെല്ലാം ലജ്ജിച്ചു പോകും. അതിലെ നിഹതന്മാരൊക്കെയും അതിന്റെ നടുവിൽ വീഴും. ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും ബാബേലിനെ ചൊല്ലി ഘോഷിച്ച് ഉല്ലസിക്കും. വടക്കു നിന്ന് വിനാശകന്മാർ അതിങ്കിലേക്ക് വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ നിഹതന്മാരെ ബാബേൽ വീഴേണ്ടതാകുന്നു. ബാബേലിനോടുകൂടെ സർവ്വദേശവും തന്നെ. വാളിന് ഒഴിഞ്ഞുപോയവരെ നിൽക്കാതെ ചെല്ലുവിൻ. ദൂരത്തു നിന്ന് യഹോവയെ ഓർപ്പിൻ. യെരൂശലേം നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ. ഞങ്ങൾ നിന്ന കേട്ട് ലജ്ജിച്ചിരിക്കുന്നു. അന്യന്മാർ യഹോവയുടെ ആലയത്തിന്റെ വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കയാൽ ലജ്ജ ഞങ്ങളുടെ മുഖം മൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലെ വിഗ്രഹങ്ങളെ സന്ദർശിപ്പാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് ദേശത്തെല്ലായിടവും നിഹതന്മാർ കിടന്ന് ഞരങ്ങും. ബാബേൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേലിൽ നിന്ന് നിലവിളിയും കൽദേ ദേശത്ത് നിന്ന് മഹാനാശവും കേൾക്കുന്നു. യഹോവ ബാബേലിനെ നശിപ്പിച്ച് അതിൽ നിന്ന് മഹാഘോഷം ഇല്ലാതെയാക്കുന്നു. അവരുടെ തിരകൾ പെരുവെള്ളം പോലെ ഇരയ്ക്കുന്നു. അവരുടെ ആരവത്തിന്റെ മുഴക്കം കേൾക്കുന്നു.
അതിന്റെ നേരെ, ബാബേലിന്റെ നേരെ തന്നെ വിനാശകൻ വന്നിരിക്കുന്നു. അതിലെ വീരന്മാർ പിടിപ്പെട്ടിരിക്കുന്നു. അവരുടെ വില്ല് എല്ലാം ഒടിഞ്ഞുപോയി. യഹോവ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു. അവൻ പകരം ചെയ്യും. ഞാൻ അതിലെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതിമാരെയും സ്ഥാനാപതികളെയും വീരന്മാരെയും മത്തുപിടിപ്പിക്കും. അവർ ഉണരാതെ വണ്ണം നിത്യനിദ്ര കൊള്ളും എന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിന്റെ വിശാലമായ മതിലുകൾ അശേഷം ഇടിഞ്ഞു പോകും. അതിന്റെ ഉയർന്ന വാതിലുകൾ തീ പിടിച്ച് വെന്തുപോകും. അങ്ങനെ വംശങ്ങളുടെ അധ്വാനം വ്യർത്ഥമായും ജാതികളുടെ പ്രയത്നം തീക്കിരയായും തീരുകയും അവർ ക്ഷീണിച്ചു പോവുകയും ചെയ്യും. യഹൂദ രാജാവായ സിദക്കിയാവിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ അവനോടുകൂടെ മഹസ്യാവിന്റെ മകനായ നേര്യാവിന്റെ മകനായ സെരായാവ് പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ യിരെമ്യാ പ്രവാചകൻ സെരായാവോട് കൽപ്പിച്ച വചനം, ബാബേലിന് വരുവാനിരിക്കുന്ന അനർത്ഥമൊക്കെയും ബാബേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന സകല വചനങ്ങളും തന്നെ യിരെമ്യാവ് ഒരു പുസ്തകത്തിൽ എഴുതി യിരെമ്യാവ് സെരായാവോട് പറഞ്ഞത്, നീ ബാബേലിൽ എത്തിയ ശേഷം ഈ വചനങ്ങളൊക്കെയും നോക്കി വായിച്ചിട്ട്, യഹോവേ, ഈ സ്ഥലത്ത് മനുഷ്യനോ മൃഗമോ ഒന്നും ശേഷിക്കാതെ അത് ശാശ്വത ശൂന്യമായിരിക്കത്തക്കവണ്ണം നീ അതിനെ നശിപ്പിച്ചു കളയുമെന്ന് അതിനെക്കുറിച്ച് അരുളി ചെയ്തുവല്ലോ എന്ന് പറയണം. പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിന് ഒരു കല്ല് കെട്ടി ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞ്, ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും, ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല, അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം. ഇത്രത്തോളം യിരെമ്യാവിന്റെ വചനങ്ങൾ. ഇന്ന് നമ്മൾ വായിക്കുന്ന 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകിയാൽ മൂടുപടം ഇടേണ്ടതല്ല. സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരം ഉളവാകുന്നു. എന്നാൽ സകലത്തിനും ദൈവം കാരണഭൂതൻ. നിങ്ങൾ തന്നെ വിധിപ്പിൻ. സ്ത്രീ മൂടുപടം ഇടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഒരുത്തൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല എന്ന് ഓർക്കട്ടെ. ഇനി ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത് തന്നെ. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കയിൽ ഓരോരുത്തൻ താന്താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകൾ ഇല്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയണ്ടോ? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു.
ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പിൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.